അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല കിരീക്കാണ് ഉണ്ടാക്കുന്നത്. കിരീക്ക് എന്നുള്ള ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു പരിചയക്കുറവ് ഉണ്ടാവും. ഇത് നമ്മൾ കല്ലുമ്മക്കായൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ളൊരു സിമ്പിൾ പലഹാരമാണ്. പിന്നെ നമ്മൾ കിരീക്കിനൊരു ചെറിയ പ്രത്യേകത കൂടി ഉണ്ട്. ഞാനിപ്പോൾ നാട്ടിലാണ്, അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഉമ്മാക്ക് തന്നെയാണ്, മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കിരീക്ക് ഉണ്ടാക്കാം. ബിസ്മില്ലാ, നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ നമ്മൾ കിരീക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണ്? നമ്മളെ കല്ലുമ്മക്കായ. അപ്പോൾ അത് നമ്മൾ ആദ്യം അതിൻ്റെ ഷെല്ലൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകി ഒരു പാത്രത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കും. വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഗ്ലാസ്സിലാണ് മെഷർ ചെയ്തെടുക്കുന്നത്. നമുക്കൊരു 2 ഗ്ലാസ് ആ വെള്ളം വേണം. ചിലർക്ക് ഈ വെള്ളം ചേർക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ നമ്മൾ കല്ലുമ്മക്കായൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുക്കണം. ഈ വെള്ളം ചേർക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുക. കാരണം ഈ കല്ലുമ്മക്കായൻ്റെ ഒരു 1/4 ഭാഗം ഫ്ലേവറും ഈ വെള്ളത്തിലാണ് ഉണ്ടാവുക. ഇനി ഒരു ഗ്ലാസ് നമ്മൾ സാധാരണ വെള്ളം കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, നമ്മൾ സാധാരണ മുളക് പൊടി, കാശ്മീരി ചില്ലി അല്ല, നമ്മൾ സാധാരണ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ കുറച്ച് മല്ലിയില ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ പൊടി കളരി എടുക്കാനുള്ള ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചിട്ട് ചേർക്കാം. എന്താ വെച്ചാൽ നമ്മൾ കടുക്കൻ്റെ വെള്ളത്തിൽ കുറച്ച് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള നമ്മൾ കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം വേവിച്ചെടുത്തതിന് ശേഷം ഒരു 2 പിടിയുണ്ട്, ഏകദേശം ഒരു 1/4 കപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്ക് പൊടി കളരി എടുക്കാനുള്ള വെള്ളം ഇതാ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതാ നേരത്തെ വെള്ളം അളന്നിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അരിപ്പൊടിയാണ്, പച്ചരിപ്പൊടി. ഇപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 3 ഗ്ലാസ് വറുക്കാത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. കണ്ടോ, അങ്ങനെ തിളച്ച് പൊങ്ങി വരുന്നത് ഒരു 30 മുതൽ ഒരു 45 സെക്കൻഡ് വരെ ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നടുവിൽ ഇങ്ങനെ കുത്തിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുപ്പിൻ്റെ ചൂടൊന്ന് കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ കിളറിയെടുക്കണം. അടിയിൽ നിന്നൊക്കെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇങ്ങനെ ഇളക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കിളറിയെടുക്കാം. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ പൊടിയൊക്കെ നന്നായിട്ട് കിളറിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. അത്യാവശ്യം ചൂടുണ്ട് ഇപ്പോഴും. നമുക്കൊന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കാം. വല്ലാതെ ഇങ്ങനെ അമർത്തി കുഴച്ചെടുത്ത് ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കല്ലുമ്മക്കായൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മളെ കിരീക്കിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വല്ലാതെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കരുത്, കുറച്ച് ഹാർഡായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് വല്ലാതെ എണ്ണ പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മൾ കിരീക്ക് എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് എണ്ണ എടുത്ത് ഞാൻ കയ്യിൽ തേച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല സിമ്പിളാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഒരു സൈസ് വേണമെങ്കിൽ കുറച്ചിട്ടും എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് വലുതായിട്ടാണ് എടുത്തിട്ടുള്ളത്.
കണ്ടോ, ഇനി ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ കിരീക്കും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാം, അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മൾ ചീനച്ചട്ടിയും ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മൾ കിരീക്കൊക്കെ കുറച്ചായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി തീ നല്ല മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സാധാരണ പലഹാരങ്ങളൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കത് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കിരീക്കൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കിരീക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ളൊരു സുലൈമാനി കൂടി എടുത്തോളൂ, അപ്പോൾ പിന്നെ സംഗതി ഉഷാറായി. അപ്പോൾ നമ്മളെ കിരീക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടുക്കയും കിരീക്കും ഒക്കെ. ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പി ആയിരുന്നു. നാട്ടിലെത്തിയിട്ട് നല്ല കടുക്കൊക്കെ കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഡിലേ ആയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.